ഹലോ കൂട്ടരെ, ഇന്ന് നമ്മൾ വിശാഖപട്ടണത്തുള്ള നേച്ചുറൽ റോക്ക് ആർച്ച് കണ്ടതിന് ശേഷം റോസ് ഹിൽ ചർച്ചിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ രാവിലെ നേരത്തോടെ തന്നെ ഇറങ്ങിയതുകൊണ്ട് ഒത്തിരി ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് യാത്ര വളരെ സുഖകരമായിരുന്നു. റോഡായാലും അതുപോലെ അതിന് ചുറ്റുവട്ടത്തുള്ള കാഴ്ചകളും അടിപൊളിയാണ് കേട്ടോ. കാരണം റോഡിൻ്റെ ഒരു വശത്ത് കുന്നും മറുവശത്ത് നല്ല കടലുമാണ് നമുക്ക് കാണാവുന്നത്. അത് കാണുന്ന ആ ഒരു കാഴ്ച നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ഒരു യാത്ര റോസ് ഹിൽ ചർച്ചിലോട്ടാണ് പോകുന്നത്. ഏകദേശം 100 വർഷത്തോളം പഴക്കമുണ്ട് റോസ് ഹിൽ ചർച്ചിന്. മതപരമായ പ്രാധാന്യത്തോടൊപ്പം മനോഹരമായ വാസ്തുവിദ്യയും ചുറ്റുമുള്ള കടൽ തീരവും തുറമുഖവും കപ്പൽശാലയും ആ ഒരു പള്ളിയുടെ മനോഹാരിത വളരെയധികം ഉയർത്തുന്നുണ്ട്. തുറമുഖ നഗരം സന്ദർശിക്കുന്ന ആരും തീർച്ചയായും സന്ദർശിക്കേണ്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണ് വിസാഖിലെ റോസ് ഹിൽ ചർച്ച്. നഗരമധ്യത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് റോസ് ഹിൽ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. വിശാഖപട്ടണം നഗരത്തിന്റെ സാംസ്കാരിക മത സൗഹാർദ്ദത്തിന് സാക്ഷ്യം വഹിക്കുന്നത് നോർത്ത് ഹില്ലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദർഗ കൊണ്ടയും കുന്നിൻ താഴെയുള്ള ഒരു ക്ഷേത്രവും മലമുകളിൽ നിൽക്കുന്ന റോസ് ഹിൽ ചർച്ചുമാണ്. നമുക്ക് ഈ പോകുന്ന വഴി സൈഡിൽ കാണുന്നതാണ് ഋഷികൊണ്ട ബീച്ച്. അതിൻ്റെ കടൽ തീരവും കടലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ അവിടെ ആ ഒരു ഫുട്പാത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നവരൊക്കെ ഇഷ്ടം പോലെയുണ്ട്. പിന്നെ നമുക്ക് ഈ പോകുന്ന വഴി തന്നെ RK ബീച്ചും അതിൻ്റെ തീരവും അതുപോലെ അതിന് സൈഡിലായിട്ട് അവർ നിർമ്മിച്ചിട്ടുള്ള പാർക്ക് പോലുള്ള ഭാഗങ്ങളും എല്ലാം നമുക്ക് കാണാവുന്നതാണ് കേട്ടോ. പോകുന്ന റോഡും ബീച്ച് റോഡിലൂടെയുള്ള യാത്രയും ഒരിക്കലും മറക്കാനാവാത്തതാണ്. 3 മഹത്തായ ആരാധനാലയങ്ങളുടെ സാന്നിധ്യം ആ കുന്നിനെ വിശുദ്ധമാക്കുന്നുണ്ട്. അതിനാൽ വിശാഖപട്ടണത്തിൻ്റെ മതപരമായ പാരമ്പര്യങ്ങളുടെ സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയും ഉച്ചത്തിലുള്ള സാക്ഷ്യമായിട്ട് ആ റോസ് ഹിൽ വേറിട്ട് നിൽക്കുന്നുണ്ട്. കുന്നിലേക്ക് കയറും വഴി ഒരു സന്യാസി മുസ്ലിം സഹോദരങ്ങളുടെ ഒരു ദർഗ കൊണ്ടയുണ്ട്. അതുപോലെ കുന്നിൻ ചുവട്ടിൽ തുറമുഖ റെയിൽവേ കട്ടിങ്ങിൽ നിന്ന് വിഭജിച്ച് അരുവിയോട് ചേർന്ന് ഹൈന്ദവ സഹോദരങ്ങളുടെ ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. കുന്നു കയറി അതിൻ്റെ ഏറ്റവും മുകളിൽ ചെല്ലുമ്പോഴാണ് പർവ്വതത്തിൻ്റെ കിരീടം പോലെ 2 ഉയരമുള്ള ഗോപുരങ്ങളാൽ ഫ്യൂഡൽ കോട്ടകളെ ഓർമ്മിപ്പിക്കും വിധത്തിൽ ഒരു കെട്ടിടം നമ്മൾ കാണുന്നത്. അതിൽ ഒരു കുരിശും നമുക്ക് കാണാം. അതാണ് നമ്മുടെ റോസ് ഹിൽ ചർച്ച്. ആ ചർച്ചിന് മുൻപിലായി യേശുക്രിസ്തുവിൻ്റെ ഒരു വമ്പൻ പ്രതിമയും നമുക്ക് കാണാവുന്നതാണ്. അതാണ് വിശാഖപുരി മേരി മാതാ ദേവാലയം, നമ്മുടെ റോസ് ഹിൽ ചർച്ച്. വിശാഖപട്ടണം വരുമ്പോൾ കണ്ടിരിക്കേണ്ട ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ് റോസ് ഹിൽ ചർച്ച്. ചർച്ചിൻ്റെ മുൻപിൽ നിന്നുള്ള വ്യൂ വളരെ അടിപൊളിയാണ് കേട്ടോ. കൽക്കരി കുന്നുകൂട്ടിയേറ്റിരിക്കുന്നതും ഷിപ്പുകളും ബോട്ടുകളും നമുക്ക് കാണാവുന്നതാണ്. ചരക്ക് കൊണ്ടുവന്നിട്ടുള്ളതും ചരക്ക് ഇറക്കുന്നതും നമുക്ക് കാണാം. കുറച്ച് ദൂരെയായിട്ട് കുറേ കെട്ടിടങ്ങൾ തിങ്ങി ഒരു കെട്ടിട സമുച്ചയം നമുക്ക് കാണാവുന്നതാണ്. റോസ് ഹിൽ ചർച്ചിലേക്ക് കയറാൻ പടികളും വണ്ടികൾ ഓടിച്ചു കയറ്റാനായിട്ട് കുന്നിൻ മുകളിലേക്ക് ഹെയർപിൻ പോലെ ചെരിഞ്ഞ വഴികളുമുണ്ട്. നമ്മൾ വണ്ടികൾ മുകളിലേക്ക് കയറ്റി കഴിയുമ്പോൾ അവിടെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഉണ്ട് കേട്ടോ. സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും തീരത്തേക്ക് നയിക്കുന്ന ഒരു ആത്മീയ ലൈറ്റ് ഹൗസ് പോലെയാണ് റോസ് ഹിൽ ചർച്ച് നിൽക്കുന്നത്. ആ കുന്നിൽ തന്നെ ഒരു ദൈവികമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ സാധിക്കുക. വളരെ ശാന്തമായ ഒരു ഏരിയയാണ് ആ റോസ് ഹിൽ ചർച്ചിലുള്ളത്. ഒരു പുണ്യസ്ഥലമായി അവിടേക്ക് വരുന്ന ഭക്തർ അതിനെ അംഗീകരിക്കുന്നു. ഇന്ന് ഇത് ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായും നഗരത്തിലെ ആളുകൾ ജാതിമത വ്യത്യാസമില്ലാതെ ദൈവത്തെ കണ്ടുമുട്ടുന്ന ഒരു പ്രധാന സ്ഥലമായും കണക്കാക്കുന്നുണ്ട്. സിറ്റിയിലുള്ള കത്തോലിക്കർ ഈ ദേവാലയത്തെ കൊണ്ടഗുഡി എന്നാണ് വിളിക്കുന്നത്. കൊണ്ടഗുഡി എന്ന് പറഞ്ഞാൽ മലയിലെ പള്ളി എന്നാണ് അർത്ഥം. റോസ് ഹിൽ പള്ളി അതിൻ്റെ ഭംഗിയും വാസ്തുവിദ്യയും കൊണ്ട് പ്രശസ്തമാണ്. റോസ് ഹിൽ ചർച്ചിലേക്ക് പോകുന്ന ഈ വഴിയിലുള്ള ഈ കാണുന്നതാണ് ഒരു സെൻറ്റ് അലോഷ്യസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂൾ. അത് കാണുമ്പോൾ അതിൻ്റെ വാസ്തുവിദ്യയും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഇനി നമ്മൾ റോസ് ഹിൽ ചർച്ചിലോട്ട് പോവുകയാണ്. ആ കുന്നിൻ്റെ താഴ്വാരത്തേക്കാണ് ഈ യാത്ര. ഇപ്പോൾ നമ്മൾ ഹെയർ പിന്നിലൂടെ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് മുകളിലേക്ക് കയറുമ്പോൾ 2 വണ്ടി പോകാനുള്ള വഴിയുണ്ട്. പള്ളിയിലേക്ക് കയറി അവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ. 2 വീലർ ആയാലും കാറായാലും പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. നമ്മളിങ്ങനെ കയറി പോകുമ്പോൾ ഈ കാണുന്നതാണ് ദർഗ കൊണ്ട. അത് കഴിഞ്ഞ് നമ്മൾ പള്ളിയിലോട്ട്
കയറി പോവുകയാണ്. അപ്പോൾ ഈ സൈഡിലായിട്ട് മുകളിലേക്ക് കയറാൻ പടികളുണ്ട്. അപ്പോൾ അങ്ങനെയും കയറുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കുറേ പേര് അങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ടാണ് മുകളിലേക്ക് എത്തുന്നത്. ഈ ഹെയർ പിൻ കയറുമ്പോൾ സൈഡിലായിട്ട് കുഞ്ഞു കുഞ്ഞു ഒരു കുരിശുപള്ളി പോലെയൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ പാർക്കിംഗ് ഏരിയയോട് ചേർന്നിട്ട് ഒരു ചെറിയൊരു ജ്യൂസ് കട അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കണമെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. അതേപോലെ പാർക്കിംഗ് ഏരിയ ഇതാണ് പാർക്കിംഗ് ഏരിയ. അത്യാവശ്യം വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തതിന് ശേഷം സ്റ്റെപ്പ് കയറി പള്ളിയുടെ മുകളിലേക്ക് നമ്മൾ പാർക്ക് ചെയ്തതിൻ്റെ അവിടുന്ന് വീണ്ടും കുറച്ചും കൂടി കയറിയാലാണ് നമുക്ക് റോസ് ഹിൽ ചർച്ചിലോട്ട് എത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് കയറുകയാണ് മുകളിലേക്ക്. ആ മുകളിൽ എത്തിക്കഴിഞ്ഞാലുള്ള വ്യൂ ആണിത്. കുറേ കെട്ടിടങ്ങളും അതുപോലെ തുറമുഖവും പിന്നെ കുറേ കപ്പലുകൾ ചരക്കുമായിട്ട് വന്ന് നിൽക്കുന്നതും അൺലോഡിങ്ങും ലോഡിങ്ങും ഒക്കെ നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ ഒരു സൈഡിലെ കുറേ കൽക്കരിയും പിന്നെ എന്തൊക്കെയോ കുന്നുകൂട്ടി ഇങ്ങനെ ഇട്ടിട്ടുള്ള ഭാഗവും നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. പിന്നെ സൂര്യാസ്തമയം സൂര്യോദയം ആ ഒരു ടൈമിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ റോസ് ഹിൽ ചർച്ച്. കാണാൻ നല്ല ഭംഗിയാണ്. വൈറ്റും ബ്ലൂവും കളറിൽ റോസ് ഹിൽ ചർച്ച് ഉദിച്ചു നിൽക്കുന്നുണ്ട്. അതിന് മുൻപിലായിട്ട് ഈശോയുടെ ഒരു വലിയ പ്രതിമയും ഉണ്ട്. അപ്പോൾ അതിന് താഴെ ആ ഒരു റോസ് ഹിൽ ചർച്ചിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 100 വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു പള്ളിക്ക്. കാണാൻ ചെറിയൊരു പള്ളിയായിട്ട് തോന്നുമെങ്കിലും ഉള്ളിൽ അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു പള്ളിയാണ്. കുർബാന ഒട്ടുമിക്ക എല്ലാ ദിവസവും തന്നെ അവിടെ നടക്കുന്നുണ്ട്. പള്ളിയുടെ ഉള്ളിലും അതുപോലെ പുറമെ ഒരു ഷെഡ് പോലെ ഗ്രോട്ടോയൊക്കെ ആയിട്ട് അവിടെയും കുർബാന നടക്കുന്നുണ്ട്. പിന്നെ പള്ളിയുടെ ചുറ്റുഭാഗത്തും നമുക്ക് നടക്കാനായിട്ട് മാർബിളോ ഗ്രാനൈറ്റോ അത് വിരിച്ച പോലെ നല്ല ഭംഗിയുള്ള ചുറ്റുഭാഗമാണ്. വളരെ വൃത്തിയായിട്ടാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ പള്ളിയുടെ ചുറ്റും നമുക്ക് ഇരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ ആ പള്ളിയുടെ അവിടെ ഭക്തർക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കിയിട്ടുള്ള സ്ഥലം. പിന്നെ ഭക്ഷണവും അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ പള്ളിയുടെ ഉള്ളിലൊക്കെ കയറി പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ കണ്ടോ, ഒരു സൈഡിലിങ്ങനെ കുന്നും ആ ഒരു പച്ചപ്പും എല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഒത്തിരി പേര് അവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ജാതി മത വ്യത്യാസമില്ലാതെ ഒട്ടുമിക്ക പേര് അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ആ ഒരു ശാന്തതയിൽ അലിഞ്ഞു തരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ തിരിച്ചിറങ്ങുമ്പോൾ സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടെന്നറിയില്ല, ഒരു ഗോൾഡൻ കളറിലാണ് ഒരു ക്ഷേത്രം അവിടെയുള്ളത് താഴ്വാരത്തായിട്ട്. പിന്നെ ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദർഗകൊണ്ട. അങ്ങനെ 3 മതങ്ങളുടെ ആ ഒരു സൗഹാർദ്ദമാണ് നമുക്ക് ആ ഒരു കുന്നിൽ കാണാൻ പറ്റുക. അതുകൊണ്ട് തന്നെ നല്ല ഒരു ആത്മീയ അനുഭവമാണ് ആ ഒരു കുന്നിലുള്ളത്. കുന്നിന് മുകളിലേക്ക് പോകുമ്പോൾ വളരെ ശാന്തമായിട്ടും അതുപോലെ വളരെ വൃത്തിയായിട്ടുമാണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ റോസ് ഹില്ലിൽ നിന്നും പതിയെ ഇറങ്ങി താഴത്തോട്ട് എത്തുകയാണ്. അപ്പോൾ റോഡിൽ നിന്ന് നമുക്കൊരു റെയിൽ പാളത്തിൻ്റെ ക്രോസ് ചെയ്തിട്ട് വേണം ഈ ഒരു ഹില്ലിലോട്ട് കയറാനായിട്ട്. ആ റെയിൽ പാളം അവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു വഴിയും 100 വർഷം പഴക്കമുള്ള ആ ഒരു റോസ് ഹിൽ ചർച്ചും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഈ ഒരു ചർച്ചിലോട്ട് നമുക്ക് സന്ദർശനത്തിന് ഫീസൊന്നുമില്ല. അതുപോലെ നമുക്ക് താമസിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. പിന്നെ പോർട്ട് ഏരിയയിലാണ്, വിശാഖപട്ടണം പോർട്ട് ഏരിയയിലാണ് ഈ ഒരു ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. റോസ് ഹിൽ ചർച്ച് മാത്രമല്ല, ബാബ ഇഷ്ക് മദീന നമ്മൾ കണ്ട ആ ഒരു ദർഗകൊണ്ട, ഒരു മുസ്ലിം സന്യാസിയായ ബാബ ഇഷ്ക് മദീനയുടെ പള്ളി ശവകുടീരമാണ് ദർഗകൊണ്ട. 700 വർഷം പഴക്കമുണ്ട് കേട്ടോ അതിന്. അതുപോലെ ഹിന്ദു ദൈവമായ വിഷ്ണുവിന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഗോൾഡൻ കളറിലാണ് നമുക്ക് കാണുക. അത് ഏകദേശം 17 നൂറ്റാണ്ടിലേറെ നൂറ്റാണ്ട് മുമ്പാണ് അത് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ കലാപരമായിട്ടുള്ള സൗന്ദര്യം തീർച്ചയായും കാണേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് യാത്ര ചെയ്യാണ്. നമുക്ക് വിശാഖപട്ടണത്ത് കണ്ട അടുത്തൊരു ഡെസ്റ്റിനേഷനുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.